വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സരോജിനി നായിഡു എഴുതിയിട്ടുള്ള ഇന്ത്യൻ ഡാൻസേഴ്സ് എന്ന പോയാണ്. ഐസ് റാവിഷ്ഡ് വിത്ത് റാപ്ചർ, സെലസ്റ്റിയലി പാൻറ്റിംഗ്, വാട്ട് പാഷനേറ്റ് ബോസം ഫ്ലൈമിംഗ് വിത്ത് ഫയർ, ഡ്രിങ്ക് ഡീപ്പ് ഓഫ് ദ ഹഷ് ഓഫ് ദ ഹയാസിന്ത് ഹെവൻസ് ദാറ്റ് ഗ്ലിമ്മർ അറൗണ്ട് ദം ഇൻ ഫൗണ്ടെയിൻസ് ഓഫ് ലൈറ്റ്. ഫസ്റ്റത്തെ സ്റ്റാൻസിൽ സരോജിനി നായിഡു ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡാൻസേഴ്സിൻ്റെ കണ്ണുകളെയാണ്. ഈ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവർ എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ്. അവരുടെ ഹാർട്ട് ബേൺ ചെയ്യുന്നുണ്ട്. ഈ ഡാൻസിനോടുള്ള അവരുടെ പാഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു മെറ്റഫറായിട്ട് കമ്പയർ ചെയ്യാണ്. ഫസ്റ്റ് ഈ 2 ലൈൻസിൽ പറയുന്നത് അവരുടെ ആ സ്ട്രോങ് ഇമോഷൻ, എനർജി, അവരുടെ ഡാൻസിനോടുള്ള ആ ഡിസയറൊക്കെയാണ് ഈ 2 ലൈൻസിലായിട്ട് സരോജിനി നായിഡു പറയുന്നത്. പിന്നീട് പോയറ്റ് ഹയാസിന്ത് ഫ്ലവേഴ്സും ആയിട്ടാണ് ഡാൻസേഴ്സിനെ കമ്പയർ ചെയ്യുന്നത്. ഹയാസിന്ത് ഫ്ലവേഴ്സ് സൈലൻ്റ് ആയിട്ട് ഷൈൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഡാൻസേഴ്സ് എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. Oh, wild and entrancing the strain of keen music that cleaved the stars like a veil of desire, and beautiful dancers with houri-like faces bewitch the watchers of night. പിന്നീട് പോയിട്ട് കമ്പയർ ചെയ്യുന്നത് മ്യൂസിക്കിനെയാണ്. മ്യൂസിക് പവർഫുൾ ആണ്, ഇമോഷണൽ ആണ്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു മാജിക്കൽ ക്വാളിറ്റിയും ആ മ്യൂസിക്കിനുണ്ടെന്നാണ് പറയുന്നത്. മ്യൂസിക്കിൻ്റെ ഈ സ്ട്രോങ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് പറയുന്നത് ഈ മ്യൂസിക് സ്റ്റാർസിനെ വരെ കട്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും ഇമോഷണലി അല്ലെ ഇൻറ്റൻസ്ലി അത്രയും ഇൻറ്റൻസിറ്റി ഈ മ്യൂസിക്കിനുണ്ട്. അത്രയും ഇമോഷണൽ ഹൈറ്റിൽ വരെ എത്തുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ആ ഡാൻസേഴ്സിനെ വർണ്ണിക്കുന്നുണ്ട്. അവർ നല്ല ബ്യൂട്ടിഫുൾ ആണ്, ഹൂറി എന്നാണ് പറയുന്നത്. അവരുടെ ഡാൻസിങ് മൂവ്മെൻറ്റ് കൊണ്ട് അറ്റ്മോസ്ഫിയറെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. ആ നൈറ്റ് ഒരു ലക്ഷൂറിയസ് ആയിട്ട്, എലൈവായിട്ട്, ഫുൾ ഓഫ് പാഷനൊക്കെ നിറഞ്ഞതായിട്ടാണ് പോയറ്റിന് കാണുന്നത്. അവർ ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നൈറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു നൈറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ ആദ്യം പറയുന്നത് ഡാൻസേഴ്സിൻ്റെ കണ്ണുകളാണ്. ഡാൻസ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകൾ അവരുടെ പാഷനെ കാണിക്കുന്നുണ്ട്, എക്സ്ട്രീം ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ്സിനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ ഡാൻസേഴ്സിനെ ഹയാസിന്ത് ഫ്ലവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. പിന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിക്, ഇവർ ഡാൻസ് ചെയ്യുന്ന ആ മ്യൂസിക്കിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്നുണ്ട്. ശേഷം ഡാൻസേഴ്സിൻ്റെ ബ്യൂട്ടിഫുൾ ഫേസ്, അവരൊരു ഹൂറിനെ പോലെയാണ് വർണ്ണിക്കുന്നത്. പിന്നെ അവരുടെ മൂവ്മെൻറ്റ്, അവരുടെ ഡാൻസേഴ്സിൻ്റെ കാര്യങ്ങളും പറയുന്നു. എത്രയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. The scents of red roses and sandalwood flutter and die in the maze of their gem-tangled hair, and smiles are entwining like magical serpent, the poppies of lips that are opiate sweet. Their glittering garments of purple are burning like tremulous dawns in the quivering air, and exquisite, subtle and slow are the tingle and tread of their rhythmical slumber soft feet. പിന്നീട് പോയിട്ട് നെക്സ്റ്റ് സ്റ്റാൻസിൽ വർണ്ണിക്കുന്നത് അവരുടെ ഹെയറിനെയാണ്, ഡാൻസേഴ്സിൻ്റെ ഹെയറിനെയാണ്. അത് നല്ല ഷൈനിങ് ആണ്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ജുവൽസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുന്നത് റോസസിൻ്റെതും സാൻഡൽവുഡിൻ്റെ ഒക്കെ പെർഫ്യൂം അവരുടെ ഈ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ആ ഹെയറിൻ്റെ മുൻപിൽ ഈ പെർഫ്യൂമൊക്കെ ഫെയ്ഡ് ആവുന്നുണ്ടെന്ന് പോയിട്ട് പറയുന്നു. പിന്നീട് അവരുടെ ലിപ്സിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പോയിട്ട് അവരുടെ ലിപ്സിനെ പോപ്പീസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പോപ്പീസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണ്, റെഡ് പ്ലസ് അട്രാക്റ്റീവ് ആണ്. പിന്നീട് അവരുടെ ക്ലോത്തിനെയാണ് പറയുന്നത്. ആ പേർപ്പിൾ ക്ലോത്തിൽ അവർ ഗ്ലോ ചെയ്യുന്നുണ്ട്. പിന്നീട് അവരുടെ ഫുഡ് സ്റ്റെപ്സിനാണ് പറയുന്നത്. അവർ ഡാൻസ് ചെയ്യുമ്പോഴുള്ള ആ മൂവ്മെൻറ്റ് അത് സോഫ്റ്റാണ്, മ്യൂസിക്കലാണ്, ജെൻറ്റിലാണ്, പെർഫെക്റ്റ്ലി റിതമിക് ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അവരുടെ ഹെയറിനെ, അവരുടെ ക്ലോത്തിങ് സ്റ്റൈൽ, അവരുടെ ലിപ്സ്, അവരുടെ ഫുഡ് സ്റ്റെപ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റാൻസ് നോക്കാം. നൗ സൈലൻറ്റ്, നൗ സിംഗിങ് ആൻഡ് സ്വേയിങ് ആൻഡ് സ്വിങ്ങിങ് ലൈക്ക് ബ്ലോസംസ് ദാറ്റ് bend to the breezes or showers. Now wildly winding they flash, now they falter, and lingering languishing radiant choir. Their jewels girt arms and balm, wavering lily long fingers, enchant through melodious hours. Eyes ravished with rapture, celestially panting, that passionate bosom aflaming with fire. പിന്നീട് പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡാൻസിങ് മൂവ്മെൻ്റ് ആണ്. നല്ല ലൈവ്ലി ആണ്, പ്ലസ് ഗ്രേസ്ഫുള്ളും ആണ്. പെട്ടെന്ന് തന്നെ ആയിട്ട് അവരുടെ മൂവ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാംന്ന് നേരെ ജോയ്ഫുള്ളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ടുള്ളത്
ഫ്ലവേഴ്സ് എങ്ങനെയാണ് വിൻഡിൻ്റെ സമയത്തോ അല്ലെങ്കിൽ റൈനിൻ്റെ സമയത്തോ ഒക്കെ ആടി ഉലയുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുന്നതെന്നാണ് പോയിറ്റ് പറയുന്നത്. സ്റ്റാൻസിലൂടെ ഫീറ്റിൻ്റെ മൂവ്മെൻറ്റ്, ആംസിൻ്റെ മൂവ്മെൻറ്റ് ആൻഡ് ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ എങ്ങനെയാണെന്നാണ് പോയിറ്റ് വർണ്ണിക്കുന്നത്. അവരെ ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നല്ല എലഗൻ്റ് ആണ്, അതുപോലെ തന്നെ ഗ്രേറ്റ്സ്ഫുൾ ആണ്. വീണ്ടും ഫസ്റ്റ് സ്റ്റാൻസയിൽ ലൈന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡാൻസിനോടുള്ള അവരുടെ പാഷൻ അവരുടെ കണ്ണുകളിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് ഈ പാഷൻ എന്ന് പറയുന്നത് ഒരു ബേണിങ് പോലെയാണെന്നൊക്കെയാണ് ഫസ്റ്റത്തെ ലൈനിൽ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.